വാഹന അപകടത്തെ തുടർന്ന് 21 മാസമായി അബോധാവസ്ഥയിൽ കഴിയുകയാണ് ആ 9 വയസ്സുകാരി. ഒടുവിൽ അവളെ തേടി ആ സഹായമെത്തി. ഇൻഷുറൻസ് തുകയായ 1,15,00,000 രൂപയാണ് കണ്ണൂർ സ്വദേശിനിയായ ദൃഷാനയ്ക്ക് ലഭിക്കുക. ദേശീയപാതയിൽ 2024 ഫെബ്രുവരി 17-നായിരുന്നു ആ അപകടമുണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരു 9 വയസ്സുകാരിയുടെ ജീവിതം മാറ്റിമറിച്ച അപകടം. ദേശീയപാതയിൽ വടകര ചേറോട് വെച്ചായിരുന്നു 9 വയസ്സുകാരി ദൃഷാനയെയും മുത്തശ്ശി ബേബിയെയും ചീറിപ്പാഞ്ഞു വന്ന ഒരു വെള്ള കാറ് ഇടിച്ചു തെറിപ്പിച്ചത്. വലിയ അപകടമുണ്ടായിട്ട് ആ കാർ അന്ന് നിർത്താതെ പാഞ്ഞുപോയി. ഗുരുതരമായി പരിക്കേറ്റ ബേബി മരണപ്പെടുകയും ചെയ്തു. അപകടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തുടർന്ന് സ്വകാര്യ ആശുപത്രികളിലും കോമാ അവസ്ഥയിൽ കഴിയുന്ന ദൃഷാനയുടെ ദുരിത ജീവിതകഥ പലപ്പോഴായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒടുവിൽ ഹൈക്കോടതി ഇതിൽ സ്വമേധയാ കേസെടുത്തു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ദൃഷാനയുടെ തുടർ ചികിത്സയ്ക്ക് വലിയൊരു തുക തന്നെ മാതാപിതാക്കൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അപകടം വലുതായിരുന്നെങ്കിലും ഇൻഷുറൻസ് തുക ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഇടിച്ചിട്ടത് ഒരു വെള്ള കാറായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ലഭിച്ച വിവരം. കാറ് കണ്ടെത്താൻ സാധിക്കാത്ത സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് രൂപീകരിച്ചു. 10 മാസത്തിനു ശേഷം കോഴിക്കോട് റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ബന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കാറ് കണ്ടെത്തിയതും വിദേശത്ത് പോയ പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തതും. ശേഷം കുറ്റപത്രം സമർപ്പിച്ച് 7 മാസം പിന്നിട്ടു. കുടുംബത്തിന് അപ്പോഴും ഇൻഷുറൻസ് തുക ലഭ്യമായില്ല. അപകടമുണ്ടായപ്പോൾ കാറിനുള്ളിൽ ഷജിലും ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഗൾഫിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ ഷജിൽ കുടുംബത്തോടൊപ്പം പുറത്തുപോയി മടങ്ങി വരവെയായിരുന്നു ആ അപകടമുണ്ടായത്. അപകടം നടന്ന സ്ഥലത്തിന് 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTV ക്യാമറകളൊക്കെ പരിശോധിച്ചു. എങ്കിലും ഒരു വിവരവും അന്ന് ലഭിച്ചിരുന്നില്ല. 500ഓളം സ്പെയർ പാർട്സ് ഷോപ്പുകളും 19,000-ഓളം വാഹനങ്ങളുമാണ് പോലീസ് സംഘം ഇതിനെ തുടർന്ന് പരിശോധിച്ചത്. അപകടം വരുത്തിയത് ഒരു വെള്ള കാറാണെന്ന നിഗമനത്തിൽ ആ പ്രദേശത്തെ വെള്ള നിറത്തിലുള്ള എല്ലാ കാറുകളുടെയും വിവരങ്ങളും ശേഖരിച്ചു. ഓരോ വീടുകളിലും പോലീസ് എത്തി. പക്ഷേ ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തെ തുടർന്ന് KL 18C നമ്പറുകൾ പരിശോധിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഷിജിലിന്റെ ബന്ധു വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. പക്ഷേ അപകടം നടന്ന സമയമായ രാത്രി 9:30 കാർ ആ വീട്ടിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. പക്ഷേ അവിടെ കണ്ട കാറിന് പുറകെ പോയ പോലീസിന് ലഭിച്ചത് മറ്റൊരു വിവരമായിരുന്നു. കാറ് മതിലിൽ ഇടിച്ചു എന്ന് ഫോട്ടോ തെളിവ് നൽകി 36,000 രൂപ ഈ കാർ ഉടമ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നു. ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഒപ്പം തന്നെ അപകടം വരുത്തിയ വെള്ള കാറ് അടുത്ത ജംഗ്ഷനായ കൈനാട്ടി കടന്നു പോയിട്ടില്ല എന്ന് CCTV പരിശോധിച്ചതോടെ സംഘത്തിന് വ്യക്തമായി. പിന്നീട് നടത്തിയ പരിശോധനയിൽ രാത്രി 11-ന് ശേഷം കാറ് കൈനാട്ടി ജംഗ്ഷൻ വഴി കടന്നുപോയത് കണ്ടു. അപകടം പറ്റിയതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത് കേസിൽ ഒടുവിൽ വഴിത്തിരിവായി. അപകടം നടന്ന സ്ഥലത്തിന് സമീപം വെള്ളൂരിലെ ഒരു വർക്ക്ഷോപ്പിലാണ് കാർ നന്നാക്കിയതെന്ന വിവരം ലഭിച്ചു. അവിടെ നിന്നും കാറിന്റെ മാറ്റിയ ഭാഗങ്ങളും കണ്ടെടുത്തു. അപകടം നടന്ന കാലയളവിൽ തന്നെയാണ് കാർ രൂപമാറ്റം വരുത്തിയതെന്നും ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതുമെന്നുമുള്ള വിവരങ്ങൾ കിട്ടിയതോടുകൂടി കേസിൽ വഴിത്തിരിവായി. അങ്ങനെ കാർ ഉടമ ഷജിലാണെന്നും കണ്ടെത്തി. പക്ഷേ അപ്പോഴേക്കും പ്രതി വിദേശത്തേക്ക് കടന്നിരുന്നു. ശേഷം ലുക്കൌട്ട് സർക്കുലർ പ്രകാരമാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പുറമെ വ്യാജരേഖ ചമച്ച് ഇൻഷുറൻസ് തുക തട്ടി എന്ന കേസ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രതിക്കെതിരെയുള്ളത്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവർ രാമചന്ദ്രൻ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കീഴിലുള്ള വിക്ടിമസ് റൈറ്റ്സ് സെന്റർ മുഖേന അടിയന്തര റിപ്പോർട്ട് തേടിയതോടുകൂടിയാണ് ദൃഷാനയുടെ കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള വഴി തെളിഞ്ഞത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന കുട്ടിയുടെ അവസ്ഥ നേരിൽ കണ്ട VRC അംഗങ്ങൾ വിലയിരുത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഒരു സിനിമാ കഥ കേട്ട പോലെയാണ് ദൃഷാനയുടെ അപകട വാർത്തയെ തുടർന്നുള്ള അന്വേഷണവും പ്രതിയെ കണ്ടെത്തലും ഇൻഷുറൻസ് തുക ലഭിക്കുന്നതുവരെയുള്ള വിവരങ്ങളും ഏവരും കേട്ടത്. 21 മാസക്കാലമായി അബോധാവസ്ഥയിലാണ് ഈ 9 വയസ്സുകാരി. 1,15,00,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വടകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ കോടതി അദാലത്തിലാണ് കേസ് തീർപ്പാക്കി ഇൻഷുറൻസ് കമ്പനിക്ക് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടലാണ് കേസിൽ ഇത്തരത്തിലൊരു നിർണായക നീക്കമുണ്ടാക്കിയത്.